ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഷോപ്പിൽ ചെന്നപ്പോൾ ദേ ഈ ജീവനുള്ള ഞണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിനെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞണ്ടിനെ തട്ടി സിങ്കിലേക്ക് ഇട്ടിട്ട് ഞാനിഞ്ഞ് മാറി. ഏട്ട സാവധാനം വീഡിയോ എടുത്തോട്ടെ എന്ന് കരുതി. ഇത്തിരി പേടിച്ചിട്ടാണേലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും ഒന്നിനെ പിടിച്ച് ചിരിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. ഇന്ന് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് റെഡിയാക്കിയാലോ. അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ട് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം കൊച്ചുള്ളി, സവാള, പച്ചമുളകും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഒത്തിരി മൂത്തു പോകാനും പാടില്ല. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റിവൂട്ടൻ ഓടി വരുവാ ഫോണും പിടിച്ച്. എപ്പോൾ പാചകം ചെയ്താലും മാഷിന് ഇങ്ങനെ കൂടെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഈ മസാലയിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ച് നന്നായി ചൂടാക്കുക. എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാൽ കൂടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം.